നമ്മെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയവർ പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കും. ഈ ലോകത്തിൽ ആർക്കും നിങ്ങൾ കടന്നുപോയ ജീവിതത്തിന്റെ മുറിവുകളും ദുഃഖങ്ങളും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ വേദനകളും ആരോടും അറിയിച്ചിട്ടില്ലെങ്കിലും എല്ലാം അറിയാവുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ പലപ്പോഴും ശുശ്രൂഷയ്ക്കായിട്ട് പല സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് നിരാശ അനുഭവിക്കുന്ന, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ കടന്നു വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയട്ടെ. നിരാശ അവരുടെ ജീവിതത്തെ കടന്നു പിടിച്ചതിന്റെ കാര്യം ഇന്നലകളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില തിക്തമായ അനുഭവങ്ങളാണ്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ മുറിവുകളും വേദനകളും ഒക്കെ ഉണ്ടായിട്ട് ആരോടും തുറന്നു പറയാൻ കഴിയാതെ മനസ്സിനുള്ളിൽ ഈ അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാത്ത ആ അനുഭവങ്ങളെ കൊണ്ട് നടന്ന് അത് പിന്നത്തേത് അവരെ ജീവിതത്തിൽ നിരാശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചർച്ച് പ്രോപ്പർട്ടിയുടെ പിന്നില് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്രൂശ് അല്ലെ? 3 കുരിശിന്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ സന്ദേശം പറയാൻ ഒരു കാര്യമുണ്ട്. ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ക്ഷമയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂശിലാണ്. യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനയിലൂടെ കടന്നുപോയ ഒരു സന്ദർഭം, താനെ ശാരീരികവും മാനസികവുമായി വല്ലാതെ ഉപദ്രവത്തിലൂടെ കടന്നുപോയി. എന്തിനു പറയുന്നു? 3.5 വർഷം തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും തന്നെ വിട്ടുമാറി. താൻ ഏറെ സ്നേഹിച്ച യൂദ തന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. ഇങ്ങനെ വല്ലാത്തൊരു വേദനയിലൂടെ യേശു കടന്നു പോകുമ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ എന്നെ ഉപദ്രവിച്ചവരോട് പകരം വീട്ടണമേ എന്നല്ല. യേശു പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശ് നമ്മെ കാണിച്ചു തരുന്ന മാതൃക ക്ഷമയുടെ മാതൃകയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, യേശു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് തനിക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല. 3-ാം നാൾ താന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ ക്ഷമിക്കുന്ന നീ ഒരിക്കലും മണ്ണിനടിയില് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നത്തിനടിയില് നീ തീർന്നു പോകില്ല. നിനക്കൊരു ഉയർപ്പുണ്ട്. ക്ഷമ നമ്മെ ഉയർപ്പിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതെ ജീവിതത്തിൽ വല്ലാത്ത നിരാശയിലൂടെയും ഭാരത്തിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിൽ യേശു കാണിച്ച ഈ മാതൃക പിൻപറ്റുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ക്ഷമയിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നടപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.